ഇതില് ക്യാരക്ടർ വൈസ് എനിക്ക് തോന്നുന്ന സ്ക്രിപ്റ്റിനകത്ത് കറക്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇയാൾ ആദ്യം പെരുമാറുന്നത്, പിന്നെ അയാളുടെ ചേഞ്ച് ഓവർ എങ്ങനെയാണെന്നെല്ലാം സ്ക്രിപ്റ്റിൽ ക്ലിയർ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡയറക്ടർ നല്ല രീതിയിൽ ഗൈഡ് ചെയ്തിരുന്നു. അപ്പം എനിക്ക് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല എങ്ങനെയാണ് ഏത് മൊമെന്റിൽ എങ്ങനെയാണ് പെരുമാറുന്നത്. സോഫ്റ്റ് ആയിട്ട് തന്നെയാണ്, അങ്ങനത്തെ ഒരു കഥാപാത്രമായിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ അയാൾ വേണ്ടെടുത്ത് മാറുന്നു എന്ന് പറയുന്ന, അല്ലെങ്കിൽ അയാൾക്ക് മാറേണ്ടി വരുന്നു എന്നൊക്കെ പറയുന്ന ഒരു പോലത്തെ ഒരു രീതിയിലാണ് ക്യാരക്ടറിനെ ഡിസൈൻ ചെയ്തത്. ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ വരുമ്പോൾ നമ്മള് ആക്ടറാണ്, അപ്പം റിയൽ ലൈഫിൽ ഇങ്ങനത്തെ പോലീസുകാർ എവിടെയെങ്കിലും ഉണ്ടോ, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുമല്ലോ. ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഈ പറഞ്ഞ നമുക്ക് അങ്ങനെ ഒരു പോലീസ് അല്ലെങ്കിൽ സുഹൃത്തുക്കളില്ല. നമ്മളിപ്പോ ഈ വഴിയിൽ കാണുന്ന പോലീസുകാരല്ലാതെ വേറെ എന്റെ ജീവിതത്തിൽ പോലീസുകാരെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ സിനിമകളിൽ കണ്ടേക്കുന്ന പോലീസുകാരായിരിക്കും പിന്നെ കൂടുതലുള്ളത്. ഇതൊരു റിയൽ ലൈഫ് റെഫറൻസ് ക്യാരക്ടർ ആണോ എന്ന് വെച്ചാൽ, പക്ഷെ ഈ സിനിമയ്ക്കും ഈ കഥയ്ക്കും അനുയോജിതമായ ഒരു ക്യാരക്ടറായിട്ടാണ് ആ ക്യാരക്ടറിനെ പ്ലേ ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്.